നമസ്തേ. ലൈഫ് ലൈൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സ്ത്രീകൾക്കിടയിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് സ്തനാർബുദം. സ്തനാർബുദത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് കണ്ണൂർ ആസ്റ്റർ മിംസിലെ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ മനുപ്രസാദാണ്. സർ, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഡോക്ടർ, പ്രധാനമായും ഇന്നത്തെ ജീവിതശൈലിയിൽ ഈ സ്തനാർബുദ രോഗങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യമാണുള്ളത്. അത് മാറി വരുന്ന ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിൽ സ്തനാർബുദങ്ങൾ കൂടി വരുന്നത്. ഈ സ്തനാർബുദങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതെ, പറഞ്ഞതുപോലെ സ്തനാർബുദം ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്യാൻസറാണ്. മുമ്പേ അത് സെർവൈക്കൽ ക്യാൻസറായിരുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസർ സ്തനാർബുദം തന്നെയാണ്. അപ്പോൾ അത് സ്തനാർബുദം ഇതിൻ്റെ ഇൻസിഡൻസ് കൂടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കേസുകൾ ഇന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. സ്തനാർബുദം വരാനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതല്ല ഏതൊരു രോഗം വരാൻ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളെ നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ സ്തനാർബുദത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. സ്തനാർബുദം ഉണ്ടാക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ്, സാധാരണ ഏത് റിസ്ക് ഫാക്ടറാണ് നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതായത് മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ചിലത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റണമെന്നില്ല, നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്. അപ്പോൾ സ്തനാർബുദത്തിൽ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മുടെ ഒബീസിറ്റിയാണ്, അമിതവണ്ണമാണ്. പ്രത്യേകിച്ചും ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂട്ടും. ഇത് ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണല്ലോ. മറ്റൊന്ന് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ വ്യായാമക്കുറവും സ്തനാർബുദം ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്തനാർബുദത്തിൻ്റെ ഇൻസിഡൻസ് കൂടുന്നതിന് കാരണമാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. മറ്റ് ഘടകങ്ങളിലേക്ക് വരുവാണെങ്കിൽ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ആൽക്കഹോളിൻ്റെ കൺസംഷൻ, സ്ത്രീകളുടെ ആൽക്കഹോൾ കൺസംഷൻ കൂടുവാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി മനസ്സിലാക്കേണ്ടത്, ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീ ഹോർമോണായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്യാൻസറാണ്. അപ്പോൾ സ്ത്രീകളുടെ ആർത്തവ കാലത്തിൻ്റെ ദൈർഘ്യം കൂടുന്നതനുസരിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഉണ്ടാവാനുള്ള സാധ്യത കൂടുന്ന പറയുന്നത്. അതുകൊണ്ട് പ്രഗ്നൻസി, ലാക്ടേഷൻ, മുലയൂട്ടുന്നതും പ്രഗ്നൻ്റ് ആവുന്നതൊക്കെ ആ സമയത്ത് ആർത്തവം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കുറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുട്ടികളില്ലാത്ത സ്ത്രീകളിൽ, മുലയൂട്ടാത്ത സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് ചെറിയൊരു കൂടുതലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ സാധാരണയായിട്ട് മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ബ്രസ്റ്റ് ക്യാൻസറിലെ ഒരു ഘടകം പാരമ്പര്യമായിട്ടുള്ള ഫാക്ടേഴ്സാണ്. സാധാരണ നമ്മൾ സ്തനാർബുദം എടുക്കുകയാണെങ്കിൽ ഒരു 5 മുതൽ 10% വരെ ക്യാൻസറുകൾ പാരമ്പര്യ ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാൻസറാണ്. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായിട്ട് ഘടകങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. എല്ലാ ബ്രസ്റ്റ് ക്യാൻസറും പാരമ്പര്യമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവുമെന്നല്ല പറയുന്നത്. 5 മുതൽ 10% ക്യാൻസറുകളിൽ ഇത് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നമ്മളെപ്പോഴും ഒരു സ്തനാർബുദമുള്ള രോഗി വന്നു കഴിഞ്ഞാൽ നമ്മളവരുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിലെ ക്യാൻസറിനെ പറ്റിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ ജനറ്റിക് ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒരു ബ്രസ്റ്റ് ക്യാൻസറുള്ള ഒരു റിസ്ക് ഫാക്ടറാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർത്തവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അപ്പോൾ ചില സ്ത്രീകളിൽ നേരത്തെ തന്നെ ആർത്തവം തുടങ്ങാം. അതുപോലെ മെനോപോസ് ആവുന്നത് വളരെ ലേറ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ആർത്തവ ചക്രങ്ങളുടെ ദൈർഘ്യം വളരെ കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കുറച്ചുകൂടി കൂടുതലാണ്. പിന്നെ മറ്റൊരു നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്തൊരു ഘടകം എന്ന് പറയുന്നത് ഏത് ക്യാൻസറിനും ഇത് പ്രധാനമാണ്. ഒന്ന് നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച്, അപ്പോൾ പ്രായം ഏറുന്നതനുസരിച്ചിട്ട് മറ്റു പല ക്യാൻസറും പോലെ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സർ, എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ സ്തനാർബുദവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ലക്ഷണത്തിലാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നത്? അതെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം സ്തനാർബുദത്തിനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തന്നെ നേരത്തെ കണ്ടെത്തുക എന്നുള്ളത്. കാരണം നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും, നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് രോഗികൾ നമ്മുടെ അടുത്ത് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് സ്തനാർബുദം വരുന്നത് സ്തനത്തിലുള്ള മുഴകളായിട്ടാണ്. പക്ഷേ പലരും ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഇത് വേദനയുള്ള മുഴകളാവണമെന്നില്ല. മിക്കവാറും വേദനയില്ലാത്ത മുഴകളായിട്ടാണ് അർബുദ മുഴകൾ ബ്രസ്റ്റിൽ വരിക. അപ്പോൾ ബ്രസ്റ്റിലെ മുഴകൾ എപ്പോഴും നമ്മൾ കാര്യമായിട്ട് തന്നെ എടുക്കേണ്ടതാണ്. എന്ന് വെച്ച് എല്ലാ മുഴകളും ക്യാൻസർ ആണെന്ന് അർത്ഥമില്ല. ഭൂരിഭാഗം മുഴകളും കുഴപ്പമില്ലാത്ത ഹാംലെസ് ആയിട്ടുള്ള മുഴകളായിരിക്കാം. പക്ഷേ ഒരു ബ്രസ്റ്റിലൊരു ലംബ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തുന്നതാണ്. ബ്രസ്റ്റിലെ മുഴയാണ് ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ലക്ഷണം. മറ്റു ചില രോഗികൾ ഇത് മുഴയായിട്ട് അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ അത്
അവരുടെ നിപ്പിളിലുള്ള ഷേപ്പിലുള്ള വ്യത്യാസമാകാം, അല്ലെങ്കിൽ സ്കിന്നിലുള്ള ചില തടിപ്പുകളോ ഒരു നീർക്കെട്ട് പോലുള്ള വ്യത്യാസങ്ങളാകാം. ചില രോഗികൾ മുഴയില്ലാതെ ഇത്തരം സിംറ്റംസ് ആയിട്ടും നമ്മുടെ അടുത്ത് വരാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം ബ്രസ്റ്റിൽ നിന്നുള്ള ഡിസ്ചാർജ്, നിപ്പിൾ ഡിസ്ചാർജാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും രക്തം കലർന്ന ഡിസ്ചാർജ് ആണെങ്കിൽ നമ്മൾ സ്തനാർബുദത്തിനെ പറ്റി ആലോചിക്കണം. അതും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് വരാം. പക്ഷേ ഈ സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറിനെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തുകയാണ്. പിന്നെ ചില രോഗികൾ നമ്മൾ കാണുന്നവർക്ക് മാറിൽ മുഴയായിട്ടുണ്ടാവണമെന്നില്ല, പക്ഷേ ബ്രസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിംഫ് നോഡ്സ് ആയിരിക്കും ചിലപ്പോൾ കുറച്ച് വലുതായിട്ട് കാണും. അപ്പോൾ അത് കക്ഷത്തിലെ മുഴകളായിട്ടും ചില രോഗികളിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കാണാറുണ്ട്. പിന്നെ അപൂർവമായിട്ട് വളരെ അഡ്വാൻസ് സ്റ്റേജിൽ വരുവാണെങ്കിൽ അവർക്ക് ഏത് അവയവങ്ങളിലേക്കാണോ ഇത് സ്പ്രെഡ് ആയിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരാം. അത് പക്ഷേ കൂടുതലും അഡ്വാൻസ് സ്റ്റേജിലാണ്. അപ്പോൾ മുഴ, നിപ്പിൾ ഡിസ്ചാർജ്, നിപ്പിളിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഷേപ്പിലോ ഉള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ സംശയിക്കേണ്ട സാഹചര്യങ്ങളാണ്, ഡോക്ടറിനെ കാണേണ്ട സാഹചര്യങ്ങളാണ്. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർമോൺ ചേഞ്ച് ഇപ്പോൾ സ്ത്രീകളിൽ കൂടുതലായിട്ടുണ്ട്. കാരണം സ്ട്രെസ് ആയിരിക്കാം, ജോലി സംബന്ധമായ കാര്യങ്ങൾ, അത്തരത്തിൽ ഹോർമോൺ ചേഞ്ചുകൾ പെട്ടെന്നാണ് സ്ത്രീകളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കഴിഞ്ഞ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സ്ഥാനാർബുദവുമായി വരുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്ന് പല നമ്മുടെ ജീവിതശൈലി മറ്റ് പല ഘടകങ്ങളുമായിട്ട് അതിൻ്റെ എണ്ണം, സ്ഥാനാർബുദം വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്. അതേസമയത്ത് നമ്മളിപ്പോൾ കൂടുതൽ കണ്ടുപിടിക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ അതിനെപ്പറ്റി ബോധവാന്മാരാവുന്നത് കൊണ്ട് തന്നെ വേണ്ട ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിക്കുന്നതിലുള്ള കൂടുതൽ കേസുകൾ കണ്ടുപിടിക്കുന്നതുകൊണ്ടും അതിൻ്റെ ഇൻസിഡൻസ് കൂടുന്നതായിട്ട് പറയാൻ പറ്റും. സർ, അപ്പം ഈ രോഗം നിർണ്ണയിക്കപ്പെട്ടാൽ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സയാണ് ആ രോഗികൾക്ക് നൽകുന്നത്? നമ്മൾ ആദ്യമായിട്ട് ഒരു രോഗി നമ്മളൊരു നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ, അതൊരു മുഴയോ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ സംശയിക്കാനുള്ള ഇതൊരു സാഹചര്യമായിട്ട് നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അതിന് രോഗിയൊന്ന് വിശദമായിട്ടുള്ളൊരു ദേഹപരിശോധന നടത്തും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സ്റ്റേജ്, നമ്മൾ ക്ലിനിക്കൽ സ്റ്റേജ് എന്ന് പറയും, അത് നിർണ്ണയിക്കുന്നത്. നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാം മുഴയുടെ വലിപ്പം നമ്മുടെ കക്ഷത്തിലെ കഴകളിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനെ സംശയമുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കും, ഇത് ക്യാൻസറസിലെ മുഴയാണോ അല്ലയോ എന്നുള്ളത്. ഇതിനെപ്പറ്റിയിട്ട് കൂടുതൽ സൂചനകൾ നൽകാൻ മാമോഗ്രാം വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ എക്സ്റേ ബേസ് ചെയ്തിട്ടുള്ള മാമോഗ്രമാണ് ചെയ്യുക. പക്ഷേ കുറച്ചുകൂടി ചെറുപ്പമുള്ള സ്ത്രീകളിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. അവർക്ക് നമ്മൾ അൾട്രാസൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള മാമോഗ്രമാണ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിലും നമുക്കിത് കുഴപ്പമുള്ള മുഴയാണോ അല്ലയോ എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ അത് കൺഫേം ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത് നമ്മൾ ഒരു ബയോപ്സി ചെയ്തിട്ട്, അല്ലെങ്കിൽ ചില കേസുകളിൽ FNAC ചെയ്തിട്ടാണ്. ഒരു നീഡിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ആ മുഴയുടെ ചെറിയൊരു കഷ്ണം ബയോപ്സി വഴി പുറത്തെടുത്ത് പരിശോധിച്ച് മൈക്രോസ്കോപ്പിൽ നമുക്കത് ക്യാൻസറസ് ആയിട്ടുള്ള സെൽസാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് 100% അത് ക്യാൻസർ ആണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ മാമോഗ്രാം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മാമോഗ്രാം, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ടിഷ്യൂ ഡയഗ്നോസിസ് ബയോപ്സി എടുത്തിട്ട് ക്യാൻസർ തന്നെയാണെന്നത് കൺഫേം ചെയ്യുക. പിന്നീട് ഇന്ന് മുമ്പാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ, എല്ലാ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ഒരേ രീതിയിലാണ് കാണുക. ഇന്ന് പക്ഷേ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസറിൽ തന്നെ പലതരം ഉപവിഭാഗങ്ങളുണ്ട്. അപ്പം ബയോപ്സി എടുക്കുന്നതിൽ നമ്മൾ ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ ഏത് സബ് ടൈപ്പാണെന്ന് അറിയാനുള്ള ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി പോലുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യും. അത് ഒരു വശമാണ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ക്യാൻസർ എന്ന് കൺഫേം ചെയ്യുക, അതെന്ത് ടൈപ്പാണെന്നുള്ള അറിയാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാൻസറിൻ്റെ സ്റ്റേജ് എന്താണെന്നുള്ള അറിയാം. അപ്പോൾ സ്റ്റേജിനെ പറ്റിയിട്ടുള്ള സൂചന നമ്മൾ പേഷ്യൻറ്റിനെ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം അത് കഴിഞ്ഞിട്ട് ചില രോഗികളിൽ ഇത് വേറെ ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില സ്കാനുകൾ ചെയ്യും. അത് ആ സ്റ്റേജ് അനുസരിച്ചിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ പ്രാക്ടീസ് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും. സാധാരണ ചില ആൾക്കാർക്ക് അൾട്രാസൗണ്ട് സ്കാനും എക്സ്റേ ഒക്കെ മതിയാവും, ചില ആൾക്കാർക്ക് CT സ്കാൻ വേണ്ടി വരും, ചില ആൾക്കാർക്ക് നമ്മൾ പെറ്റ് സ്കാൻ, ബോൺ സ്കാൻ പോലെയുള്ള സ്കാനുകളും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ സ്റ്റേജ് നിർണ്ണയിക്കും. അപ്പോൾ ക്യാൻസർ ഉണ്ടെന്നുള്ള കൺഫേം ചെയ്യണം, അതിൻ്റെ ടൈപ്പ് അറിയും, അതേപോലെ അതിൻ്റെ സ്റ്റേജ് അറിയാം. അതനുസരിച്ചാണ് നമ്മൾ ഓരോ രോഗിയുടെയും ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീരുമാനിക്കും. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ തുടക്കത്തിലെ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് സർജറി തന്നെയാണ്. സർജറി എന്ന് വെച്ചാൽ ആ മുഴ നീക്കം ചെയ്യാം. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിക്കൽ നമുക്ക് ആ മുഴ മാത്രമായിട്ട് നീക്കം ചെയ്യാം, അല്ലെങ്കിൽ ചില കേസിൽ സ്ഥലം മുഴുവനായിട്ട് നീക്കം ചെയ്യും. അത് ട്യൂമറിൻ്റെ വലിപ്പം, സ്ഥലത്തിൻ്റെ വലിപ്പം, പേഷ്യൻറ്റിൻ്റെ ചോയ്സ്, അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്ത ശേഷമാണ് അതിൽ ഏത് വേണമെന്നുള്ളത് തീരുമാനിക്കുക. രണ്ടും ക്യാൻസറിനെ സംബന്ധിച്ചോളം മിക്ക കേസുകളിലും രണ്ടും ഒരേ രീതിയിൽ റിസൾട്ട് തരുന്ന സർജറികളാണ്. അത് സർജറിയുടെ കാര്യം. പിന്നീട് അതിന് കൃത്യമായിട്ടുള്ള സ്റ്റേജ് നമ്മൾ അറിയാം. സർജറി ചെയ്ത് ട്യൂമറും കക്ഷത്തിലുള്ള കാഴ്ചകളൊക്കെ പുറത്തെടുത്താലാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റേജ് എന്താണെന്ന് അറിയാം. അപ്പോൾ ആ സ്റ്റേജ് അനുസരിച്ച്, അതുപോലെ നേരത്തെ നമ്മൾ ചെയ്ത മറ്റ് സ്പെഷ്യൽ ടെസ്റ്റുകൾ വഴി അതിൻ്റെ ടൈപ്പും അനുസരിച്ചാണ് നമ്മൾ തുടർ ചികിത്സ തീരുമാനിക്കുന്നത്. അപ്പോൾ ചില രോഗികൾക്ക് കീമോതെറാപ്പി വേണ്ടി വരും, ചില രോഗികൾക്ക് ടാർഗറ്റഡ് തെറാപ്പി വേണ്ടി വരും, ചില രോഗികൾക്ക് ഹോർമോൺ തെറാപ്പി വേണ്ടി വരും. അത് സ്റ്റേജും
ആ ക്യാൻസറിൻ്റെ ഏത് ഉപവിഭാഗമാണ് എന്നുള്ളതും അനുസരിച്ചാണ് നമ്മൾ കീമോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, ടാർഗറ്റ് തെറാപ്പി എന്നുള്ളത് വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. റേഡിയേഷനും അതുപോലെ അതിൻ്റെ സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷേ മുഴ മാത്രം നീക്കം ചെയ്യുന്ന രോഗികളിൽ എന്തായാലും റേഡിയേഷനും കൂടി വേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ജനറലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. സർജറി വേണ്ടി വരും, അതുപോലെ കീമോതെറാപ്പി, റേഡിയേഷൻ, ടാർഗറ്റ് തെറാപ്പി, ഹോർമോൺ തെറാപ്പി, അതിൻ്റെ ഉപവിഭാഗങ്ങൾ അനുസരിച്ചിട്ട്. പിന്നീട് ഞാനിത് പറഞ്ഞത് പ്രത്യേകിച്ച് നേരത്തെ ഏർലി സ്റ്റേജിലെ ബ്രസ്റ്റ് ക്യാൻസറിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ലോക്കലി അഡ്വാൻസ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും. അതായത് അത് മറ്റ് ഭാഗങ്ങളിലേക്ക് പടർന്നിട്ടില്ല, പക്ഷേ വളരെ തുടക്കമല്ല. അപ്പം അങ്ങനെയുള്ള രോഗികളിൽ നേരിട്ട് സർജറിക്ക് പോകുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ അതുപോലെ ടാർഗറ്റ് തെറാപ്പി പോലത്തെ മരുന്നുകൾ കൊടുത്ത് ആ മുഴ നല്ലോണം ചുരുക്കിയ ശേഷം സർജറിക്കായിട്ട് പോകാറുണ്ട്. പിന്നെ മറ്റൊരു സാഹചര്യം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള ക്യാൻസറായിട്ട് വരുന്ന രോഗികൾ. അപ്പോൾ അവർക്ക് നമുക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് വല്ലാത്ത രീതിയിൽ സ്പ്രെഡായിട്ട് നമുക്ക് അവർക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അവരുടെ അസുഖത്തിനെ നിയന്ത്രിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകളാണ് മെയിനായിട്ട് കൊടുക്കുക. കീമോതെറാപ്പി കൊടുക്കാം. ചില രോഗികൾക്ക്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി പോലത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ ഹോർമോൺ റിസപ്റ്റേഴ്സ്, നമ്മൾ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺ റിസപ്റ്റർ ടെസ്റ്റ് ചെയ്യും. അത് പോസിറ്റീവായിട്ടുള്ള രോഗികൾക്ക് കീമോതെറാപ്പിയുടെ ആവശ്യം പലപ്പോഴും വേണ്ടി വരാറില്ല. അവർക്ക് ചെറിയ ഹോർമോണൽ ട്രീറ്റ്മെൻറ്റോട് തന്നെ ചിലപ്പം വളരെ നല്ല നിയന്ത്രണം കിട്ടുന്ന രോഗികളെയും നമ്മൾ കാണാറുണ്ട്. ഇത്രയാണ് ആ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാന ഘടകം, പലപ്പോഴും ഈ രോഗികൾ വരുമ്പോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരിക്കലും ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. എപ്പോഴും അതൊരു ടീം എഫേർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏത് ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യണം, എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ സാധാരണ ഒരു ട്യൂമർ ബോർഡ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ടാവും. മിക്ക എല്ലാ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ട്യൂമർ ബോർഡ് എന്ന് പറഞ്ഞൊരു മീറ്റിങ്ങിൽ മെഡിക്കൽ ഓങ്കോളജിസ്റ്റും സർജനും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റും പെത്തോളജിസ്റ്റും എല്ലാവരും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ചില കേസുകളിൽ കൃത്യമായിട്ട് ഏത് ട്രീറ്റ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് ബോധവൽക്കരിക്കപ്പെട്ടു. ആളുകൾ അതിനെ തിരിച്ചറിയാൻ തുടങ്ങി, രോഗനിർണയം നടത്തി, പരിശോധനയ്ക്ക് വിധേയമാകാൻ തുടങ്ങി. അപ്പോൾ അത്തരത്തിലൊരു മെൻ്റൽ സപ്പോർട്ട് ഈ രോഗിക്ക് കൊടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രവർത്തനമോ ആശുപത്രിയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ടോ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം ക്യാൻസർ എന്നുള്ളൊരു ഡയഗ്നോസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര തന്നെ പുരോഗതി നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും രോഗികളെ സംബന്ധിച്ചുള്ള അത് വലിയൊരു ഒരു ട്രോമ തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ബ്രസ്റ്റ് ക്യാൻസറിനാൽ നമുക്കറിയാം ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കണം, നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള ഇൻഫർമേഷൻ നമ്മൾ അവരായിട്ട് ഷെയർ ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ട് അവർക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നതിലും ഒരു തെറ്റുമില്ല. സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിന് വേണ്ടിയിട്ടുള്ള സൈക്കോ ഓങ്കോളജി വിഭാഗം അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗം നമ്മുടെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടീമിനെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ട് ആ രീതിയിൽ വേണ്ട സപ്പോർട്ടുകളും കൊടുക്കാറുണ്ട്. പിന്നെ അതിന് പുറത്തുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സും മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അവരുടേതായിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ പേഷ്യൻസിന് അവിടെ നിന്നും വേണ്ട ഗൈഡൻസ്, കാരണം പേഷ്യൻസ് തന്നെ അല്ലെങ്കിൽ ഇതിനെ അതിജീവിച്ചവർ അവരുടെ അടുത്ത് പറയുമ്പോൾ പേഷ്യൻസിന് അത് കുറച്ചുകൂടി ആക്സെപ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ സപ്പോർട്ട് ഗ്രൂപ്പ്സും ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സും ഉണ്ട്, മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനും അനുബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് കാര്യം. ഡോക്ടർ, ഈ പാരമ്പര്യ ഘടകങ്ങൾ ഒരു പരിധി വരെ ഈ സ്തനാർബുദത്തിന് കാരണമായേക്കാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളമാണ് ഈ രോഗികളിൽ ഉണ്ടാവുന്നത്? സാധാരണയായിട്ട് നമ്മൾ സ്തനാർബുദത്തിൽ പാരമ്പര്യമായിട്ട് വരുന്ന സ്തനാർബുദം ഏകദേശം ഒരു 5 മുതൽ 10% വരെ. നമ്മൾ 100 രോഗികൾ എടുക്കുകയാണെങ്കിൽ ഒരു 10 പേർക്ക് ഒരു പക്ഷേ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രോഗി വരുവാണെങ്കിൽ നമ്മൾ അവരുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ചോദിച്ചു നോക്കും. ആർക്കൊക്കെ കുടുംബത്തിൽ ആർക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. എന്നിട്ട് ആവശ്യമുള്ള രോഗികൾ നമ്മൾ അതിൻ്റെ ജനിതക പരിശോധനകൾ നടത്തും. അപ്പോൾ ഇന്ന് അതിനുള്ള സൗകര്യം അവൈലബിൾ ആണ്. സാധാരണയായിട്ട് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ചില ജനറ്റിക് മ്യൂട്ടേഷൻസ് ഉള്ള ആൾക്കാർക്കാണ് പാരമ്പര്യമായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ വരും. നമ്മളതിനെ BRCA1 BRCA2 എന്ന് പറയും. BRCA1 BRCA2 അതാണ് ഏറ്റവും ആ ഒരു ജീനിലുള്ള വ്യത്യാസങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പാരമ്പര്യമായിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ്. അതിൻ്റെയൊക്കെ കാലക്രമേണ അതിൻ്റെ ചിലവും കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ രീതിയിൽ സംശയമുള്ള രോഗികളിൽ നമ്മൾ ഈ രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യും. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. എങ്ങനെ രോഗി മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൂടി ക്യാൻസർ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ട വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ മാർഗ്ഗനിർദ്ദേശമുണ്ട്. അതൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിന്ന്
അഡ്വൈസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് മറ്റ് കുടുംബാംഗങ്ങൾക്കും അതിനുള്ള റിസ്ക് കുറയ്ക്കാനും അഥവാ അത് നേരത്തെ കണ്ടെത്താനും വളരെ എഫക്റ്റീവായിട്ട് ചികിത്സിക്കാനും പറ്റും. ചിലപ്പോൾ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ജനിതക വ്യത്യാസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ കുടുംബത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അവർ വളരെ റെഗുലറായിട്ട് സ്ക്രീനിങ് നടത്തിയിട്ട് അഥവാ വരുവാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. ഒരു വട്ടം സ്ഥാനാർബുദം വന്നു, അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഒക്കെ ഭേദമായാൽ പിന്നീടും സ്ഥാനാർബുദം വരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഡോക്ടർ? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർബുദത്തിൻ്റെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനുള്ള റിസൾട്ട് നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങൾ. ഒന്ന് അതിൻ്റെ സ്റ്റേജാണ്. അപ്പോൾ വളരെ തുടക്കമാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നുള്ളത്. പക്ഷേ സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒന്നാമത്തെ സ്റ്റേജിലുള്ള രോഗിക്ക് കിട്ടുന്ന അതേ റിസൾട്ട് ചിലപ്പോൾ കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജിലെ രോഗികൾക്ക് കിട്ടണമെന്നില്ല. അവർക്ക് ചിലപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും വരുന്നല്ല, തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും കീമോതെറാപ്പി ആയാലും ടാർഗറ്റ് തെറാപ്പി ആയാലും ഹോർമോൺ തെറാപ്പിയൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്നാലും സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ട് തിരിച്ചു വരാനുള്ള ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ അതിൻ്റെ ടൈപ്പും പ്രധാനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ബ്രസ്റ്റ് ക്യാൻസറിനെ നമ്മൾ പല ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നതും തിരിച്ചു വരാൻ വളരെ സാധ്യത കുറഞ്ഞതുമായിട്ടുള്ള ക്യാൻസറിന് ഉദാഹരണത്തിന് നമ്മൾ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് എന്ന് പറയും. നമ്മളതിനകത്ത് ഈസ്ട്രോജൻ റിസപ്റ്റർ, പ്രൊജസ്ട്രോൺ റിസപ്റ്റർ തുടങ്ങിയ ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ടുള്ള ക്യാൻസറുകൾ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറച്ച് കുറവാണ്. അതേസമയത്ത് അതിനെ തന്നെ കുറച്ചുകൂടി അഗ്രസീവായിട്ടുള്ള ഉപവിഭാഗങ്ങളുണ്ട്, സബ് ടൈപ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന്. അപ്പോൾ അത് മറ്റ് ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് ക്യാൻസറിനെ അപേക്ഷിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറച്ചുകൂടി കൂടുതലായിരിക്കും. പക്ഷേ അത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അത് രോഗിയുടെ മറ്റ് ഘടകങ്ങൾ, ക്യാൻസറിൻ്റെ സ്റ്റേജ്, അവരെടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള ടൈപ്പ്, ഇതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ തിരിച്ചു വരാനുള്ള റിസ്ക് കിടക്കുന്നത്. അപ്പോൾ തുടക്കത്തിലെ കണ്ടെത്തുന്ന രോഗികൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. പക്ഷേ എല്ലാ രോഗികളും നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഷെഡ്യൂളിൽ കൊണ്ടുപോയി അഥവാ എന്തെങ്കിലും പ്രോബ്ലംസ് വരുവാണെങ്കിൽ തന്നെ നേരത്തെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട്. ഈ മുലയൂട്ടുന്ന സ്ത്രീകളിൽ സ്ഥാനാർബുദം കുറവാണ് എന്നൊരു കണക്ക് പറയുന്നുണ്ട്. അതിൽ എത്ര ശതമാനത്തോളാണ് ഇങ്ങനെ കുറവ് കാണിക്കുന്നത്? അതെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനാർബുദ സ്ത്രീ ഹോർമോണായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ആർത്തവ ചക്രങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് സ്ഥാനാർബുദം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ മുലയൂട്ടുന്ന സമയത്ത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾസ് ഡിലേ ആവുന്നതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന സ്ത്രീകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറച്ച് കുറവുള്ളതായിട്ട് പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ ഗർഭനിരോധന ഗുളികകളും സ്ഥാനാർബുദവും തമ്മിലുള്ള ബന്ധമുണ്ടോ? ഇങ്ങനെയുള്ള ഗർഭനിരോധന ഗുളികളായാലും നമ്മളെ ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി ആണെങ്കിലും ഒക്കെ സ്ഥാനാർബുദമായിട്ടുള്ള നേരിയൊരു ബന്ധമുള്ളതായിട്ട് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം തട്ടിച്ച് നോക്കിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ചില രോഗികളിൽ ഒരു പക്ഷേ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഹോർമോൺ റിപ്ലേസ്മെൻറ്റ്, ആർത്തവം നിന്നതിന് ശേഷമുള്ള റിപ്ലേസ്മെൻറ്റ് അത്യാവശ്യമായിട്ടുള്ള രോഗികളുണ്ട്. അപ്പോൾ അതിന് ഈ ഒരു കൺസേൺ തടസ്സമാകാൻ പാടില്ല. അപ്പോൾ ചിലതരം ഗർഭനിരോധന ഗുളികളായാലും ചില ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി ആയാലും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് നേരിയൊരു റിസ്ക് അധികമുണ്ട് എന്നുള്ള രീതിയിലുള്ള പഠനങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ റിസ്ക്കും ബെനിഫിറ്റും തട്ടിച്ച് നോക്കി വേണം നമ്മളതിനെ നോക്കിക്കാണാം. അല്ലാതെ ഇത് കഴിച്ചത് കൊണ്ട് എന്തായാലും ക്യാൻസർ വരില്ല, ഇന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ വരും എന്നുള്ള രീതിയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉള്ളതായിട്ട് കാണുന്നില്ല. പക്ഷെ പഠനങ്ങളിൽ ചില സൂചനകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ, ഈ പുരുഷന്മാർക്കിടയിൽ സ്ഥാനാർബുദം ഉണ്ടാവാറുണ്ടോ? അതെല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ഇത്തരത്തിൽ സ്ഥാനാർബുദം ഉണ്ടാവുന്നത്? പുരുഷന്മാരിൽ സ്ഥാനാർബുദം വളരെ അപൂർവമായിട്ട് നമ്മൾ കാണാറുണ്ട്. സ്ത്രീകളിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് മടങ്ങ് കുറവാണെങ്കിൽ പോലും പുരുഷന്മാരിലും കാണാറുണ്ട്. അപ്പോൾ അവർക്കും ബ്രസ്റ്റിലെ തടിപ്പായിട്ട് അല്ലെങ്കിൽ നിപ്പിളിലെ വ്യത്യാസമായിട്ടൊക്കെ തന്നെയാണ് ക്യാൻസർ വരാറുള്ളത്. അപ്പോൾ അതിന് കാരണം പലപ്പോഴും ചില പുരുഷന്മാരിലെ ബ്രസ്റ്റ് ക്യാൻസർ ചില ജനിതകമായിട്ടുള്ള രോഗങ്ങളുടെ തുടർച്ചയാവും. നേരത്തെ പറഞ്ഞ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ ഉള്ള രോഗികളിലാണ് ചില പുരുഷന്മാർ. നേരത്തെ പറഞ്ഞ BRCA2 എന്ന് പറയുന്നൊരു ജനിതക മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ അപൂർവമായിട്ട് നമ്മൾ പുരുഷന്മാരിൽ കാണാറുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഏകദേശം സ്ത്രീകളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ട്യൂമർ വന്നു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അടുത്തുള്ള മസിലിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണല്ലോ സ്ത്രീകളെ. പക്ഷെ അതുകൊണ്ട് അതിൻ്റെ വരുമ്പോഴുള്ള സ്റ്റേജ് ചിലപ്പോൾ കുറച്ചുകൂടി കൂടിയ സ്റ്റേജിലായിരിക്കും നമ്മൾ കണ്ടെത്തുന്നുണ്ടാവുക. പക്ഷേ കൂടുതലും പുരുഷന്മാരിൽ വരുന്ന ക്യാൻസർ ഞാൻ നേരത്തെ പറഞ്ഞ ഹോർമോൺ റിസപ്റ്റർ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സബ് ടൈപ്പിലാണ് കൂടുതൽ ആൾക്കാരും വരാറ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട്സ് കുറച്ച് ബെറ്റർ ആയിരിക്കാം. അതുപോലെ പുരുഷന്മാരിൽ ക്യാൻസർ വരാനുള്ള മറ്റൊരു ഘടകം പ്രായമാണ്. സ്ത്രീകളിൽ എന്ന പോലെ
പ്രായം കൂടുന്നതനുസരിച്ചിട്ടാണ് പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത്. അതിൻ്റെ ഒരു ശരാശരി പ്രായം എന്നുള്ളത് 70 വയസ്സിന് മേലെയാണ്. അപ്പോൾ പ്രായം ഒരു ഘടകമാണ്. ചില പാരമ്പര്യമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ജനിതക പ്രശ്നങ്ങളും പുരുഷന്മാരിൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, ചില ലിവറിൻ്റെ അസുഖങ്ങൾ, അതൊക്കെ പുരുഷന്മാരിലെ സ്തനാർബുദമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ, നമ്മൾ ഈ സ്തനാർബുദം വരുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്തു നോക്കുമ്പോൾ ശരാശരി ഏത് പ്രായത്തിലുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ സ്തനാർബുദം ഉണ്ടാവുന്നത്? ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവുമല്ലോ, ചിലപ്പം ചെറിയ കുട്ടികളിലാവാം, അല്ലെങ്കിൽ ഇന്ന ഏജ് 50 വയസ്സിന് മുകളിലുള്ളവർ, അല്ലെങ്കിൽ 70 വയസ്സ് കഴിഞ്ഞവർക്ക്. അത്തരത്തിൽ ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ സ്തനാർബുദം രോഗം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്? പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ കൂടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതേസമയത്ത് നമ്മളിപ്പോൾ ചെറുപ്പത്തിലുള്ള രോഗികളും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ ചില ടൈപ്പ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ സ്ത്രീകൾ. അപ്പോൾ നമ്മൾ മുമ്പേയുള്ള ഈ ഇന്ന പ്രായം എന്നുള്ളൊരു കട്ട് ഓഫ് വെച്ച് പോകുന്നതിനേക്കാളും എല്ലാ സ്ത്രീകളും ഈ ഒരു ക്യാൻസറിനെ പറ്റിയിട്ട് അവെയറായിരിക്കേണ്ട ആവശ്യമുണ്ട്. സംശയാസ്പദമായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. പ്രായം കൂടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ കൂടാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും നമ്മൾ പ്രായം കൂടിയ സ്ത്രീകളിൽ തന്നെയാണ് കാണുന്നത്. പക്ഷെ അതേസമയത്ത് പ്രായം കുറഞ്ഞ സ്ത്രീകളും ഇന്ന് ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് വരുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ തന്നെയും പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ രോഗം ചികിത്സിച്ച് മാറ്റും, അത്തരത്തിലൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത്തരത്തിൽ ഉള്ള പരസ്യങ്ങളിൽ വീഴാതെ ശരിയായ രീതിയിലുള്ള ഒരു രോഗനിർണയം നടത്തേണ്ടത് ആവശ്യകതയല്ലേ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലപ്പോഴും കാണുന്നത് രോഗികൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്നുള്ളത്. പ്രത്യേകിച്ചും സ്തനാർബുദത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഴയുണ്ട് എന്നുള്ളത് പുറത്ത് പറയാൻ തന്നെ മടിയാണ്. വളരെ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും പലപ്പോഴും അത് പുറത്ത് പറയാതെ തന്നെ വൈകി അഡ്വാൻസ് സ്റ്റേജിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ പലരും എളുപ്പ വഴി അന്വേഷിച്ചിട്ട് എളുപ്പത്തിൽ ഇത് ചികിത്സിച്ച് മാറ്റാനുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും പോയി രോഗം മൂർച്ഛിച്ച് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിനെ സംബന്ധിച്ചോളം നമുക്ക് ഇന്ന് ട്രീറ്റ്മെൻറ്റിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിലുള്ള ക്യാൻസറുകൾ നമുക്ക് 100% എന്നുള്ള രീതിയിൽ തന്നെ മാറ്റാമെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. അപ്പോൾ അതിന് നേരത്തെ കണ്ടെത്തി ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇന്ന് ഇപ്പോൾ കേരളത്തിനെ പോലൊരു സംസ്ഥാനത്തിൽ കേരളത്തിൻ്റെ എല്ലാ കോണുകളിലും ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ ലഭിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അത് പ്രയോജനപ്പെടുത്തി കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിനെ അതിജീവിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെപ്പറ്റി ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട്, ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ. പക്ഷെ അതിലൊന്നും വീണ് പോവാതെ കാര്യങ്ങൾ പഠിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സ തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ വ്യായാമവും സ്തനാർബുദവും എത്രത്തോളം ബന്ധപ്പെട്ട് ഇരിക്കുന്നു? അതെ, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അമിതവണ്ണവും വ്യായാമക്കുറവും സ്തനാർബുദമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പഠനങ്ങളിൽ വളരെ കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തുക എന്നുള്ളത് മറ്റ് പല ക്യാൻസറുകളെന്ന പോലെ സ്തനാർബുദം തടയുന്നതിലും ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഡോക്ടർ, ഈ സ്തനാർബുദം നേരത്തെ കണ്ടെത്താൻ എന്തൊക്കെ വഴികളാണുള്ളത്? എന്തൊക്കെ സ്ക്രീനിങ് രീതികളാണ് ഉള്ളത്? സ്തനാർബുദത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. കാരണം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ് സ്തനാർബുദത്തിൽ. നേരത്തെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്ക്രീനിങ്ങിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ അതിന് വളരെ വ്യക്തമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അവിടെ മെയിനായിട്ട് മാമോഗ്രാമായി ബേസ് ചെയ്തിട്ടുള്ള സ്ക്രീനിങ് ആണ്. അപ്പോൾ ആനുവൽ മാമോഗ്രാം എന്ന് പറയും. എല്ലാ വർഷവും സ്ത്രീകൾ മാമോഗ്രാം ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ മാർഗ്ഗനിർദ്ദേശം. പ്രത്യേകിച്ചും 45 വയസ്സിന് ശേഷമുള്ള സ്ത്രീകൾ. 40-45 ഇടയ്ക്ക് അത് ചെറിയൊരു കോൺട്രവേഴ്സി ഉണ്ട്. അത് താല്പര്യമില്ല സ്ത്രീകൾക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ 45 വയസ്സിന് ശേഷം സ്ത്രീകൾ എല്ലാ വർഷവും മാമോഗ്രാം പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഗൈഡ് ലൈൻസ് പറയുന്നത്. അതുവഴി നമുക്ക് മുഴ പുറമേ പ്രകടമാവുന്നതിന് മുമ്പ് തന്നെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കാനും ട്രീറ്റ് ചെയ്യാനും പൂർണ്ണമായിട്ടും ഭേദമാക്കാനും പറ്റും എന്നുള്ളത്. അപ്പോൾ മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ ബ്രസ്റ്റിന് മാത്രം എടുക്കുന്ന ഒരു എക്സ്റേ ആണ്, ഒരു സ്പെഷ്യലൈസ്ഡ് എക്സ്റേ ആണ് മാമോഗ്രാം. അപ്പോൾ അതിന് വേറെ വലിയ സൈഡ് എഫക്ട്സ്, വളരെ ചെറിയ ഡോസ് റേഡിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ സൈഡ് എഫക്റ്റ് ഉള്ള ഒരു ടെസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അത് സ്ക്രീനിങ്ങിനായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടെസ്റ്റാണ്. പക്ഷേ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് എല്ലാ സ്ത്രീകൾക്കും മാമോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസും ഇല്ല. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് ഒന്ന് സ്വയം സ്തന പരിശോധനയാണ്. അപ്പം എല്ലാ സ്ത്രീകളും
സ്വയം ഒരു മാസത്തിലൊരിക്കലെങ്കിലും അവരുടെ സ്ഥലം പരിശോധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം അത് അവരുടെ കൈ കൊണ്ട് തന്നെ സാധാരണയായിട്ട് പറയാം സർക്കുലർ ഷേപ്പിൽ കൈ മൂവ് ചെയ്ത് എന്തെങ്കിലും മുഴകളുണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്ക മുഴകളും കുഴപ്പമില്ലാത്ത മുഴകളായിരിക്കാം, പക്ഷേ മുഴ കാണുവാണെങ്കിൽ നിർബന്ധമായിട്ടും ഒന്ന് ഡോക്ടറിനെ കാണേണ്ടത്. അത് എല്ലാ മാസവും ചെയ്ത് എന്തെങ്കിലും മുഴ ഉണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ അത് കണ്ടുപിടിക്കാനും ആവശ്യമുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്യാനും പറ്റും. അതുപോലെ മറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രസ്റ്റ് ക്യാൻസർ ലക്ഷണം മുഴ കൂടാതെ നിപ്പിളിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അപ്പോൾ ബ്രസ്റ്റ് അവയർനെസ് എന്നാണ് പറയുക. അപ്പോൾ ആ രീതിയിൽ ഏത് മാറ്റവും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയും ഒരു ഡോക്ടറിനെ കാണുകയും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്വയം സ്ഥല പരിശോധന നമുക്ക് വളരെ എളുപ്പം എല്ലാ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവരും ചെയ്യണമെന്നാണ് നമ്മൾ സാധാരണയായിട്ട് പറയാറ്. മറ്റൊരു കാര്യം ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. ഇപ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ സ്ഥലം പരിശോധിച്ച് മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരാവാം അല്ലെങ്കിൽ ഡോക്ടറാവാം. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാ സ്ത്രീകളടുത്തും 2-3 വർഷത്തിലെ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ സ്ഥലം പരിശോധിച്ച് മുഴകളുണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കിയാൽ നല്ലതായിരിക്കും. മാമോഗ്രാം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ 45 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ മാമോഗ്രാം വർഷാവർഷം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ സഹായിക്കും. അതുപോലെ തന്നെ മുഴ കാണുവാണെങ്കിൽ ഉടനെ നമ്മുടെ അടുത്തേക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വരിക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ, ഈ ബ്രസ്റ്റ് ക്യാൻസർ അതായത് സ്ഥാനാർബുദം ചികിത്സ കഴിഞ്ഞ രോഗികളുടെ ഫോളോ അപ്പ് എന്തൊക്കെയാണ്? അപ്പോൾ ഒരു പ്രാവശ്യം സ്ഥാനാർബുദം വന്ന രോഗികൾക്ക് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജ് അനുസരിച്ചിട്ട്, പ്രത്യേകിച്ച് സ്റ്റേജ് കുറച്ച് കൂടുതലാണെങ്കിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഒന്ന്. അതുപോലെ അവർക്ക് പിന്നീട് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗികളെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പിന് വരേണ്ടതാണ്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാം, എന്നാലും കൃത്യമായിട്ടുള്ള ഇടവേളകളിലുള്ള പരിശോധന എല്ലാ ഡോക്ടർമാരും നിർദ്ദേശിക്കാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ഒരു ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2-3 വർഷം എല്ലാ 3 മാസവും ഡോക്ടറിനെ കാണാൻ പറയും. നമ്മൾ വിശദമായിട്ടുള്ള ദേഹപരിശോധന നടത്തും. എല്ലാ വർഷവും മാമോഗ്രാം ചെയ്യും. അപ്പോൾ 3 മാസം കൂടുമ്പോഴുള്ള ഡോക്ടറുടെ പരിശോധന 3 വർഷം വരെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് ആ ഇടവേള കൂടി വരും. 6 മാസമാവും. സാധാരണ 5 മാസം കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും ഒരിക്കൽ വന്ന് കണ്ടാൽ മതി. അപ്പോൾ ദേഹപരിശോധന കൂടാതെ എല്ലാ വർഷവും നമ്മൾ ഒരു മാമോഗ്രാഫി പരിശോധനയും കൂടി നടത്തും. ഇത്രയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോളോ അപ്പിൻ്റെ പ്രോട്ടോക്കോൾ. ഓരോരോ ഹോസ്പിറ്റൽസിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ആനുവൽ മാമോഗ്രാം, ദേഹപരിശോധന, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിലാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ രോഗികളെ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ മറ്റ് അവരുടെ അടുത്ത് എപ്പോഴും നമ്മൾ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്താനും അമിതവണ്ണം പോലുള്ള പ്രയാസങ്ങൾ വരാതെ നോക്കാനും അഡ്വൈസ് ചെയ്യാറുണ്ട്. അവരുടെ വെയിറ്റ് ഒരു നിശ്ചിത അളവിൽ കുറച്ച് നിർത്താനുള്ള നിർദ്ദേശങ്ങളും കൊടുക്കാറുണ്ട്. ഈ ഡയറ്റിംഗ് പോലുള്ള കാര്യങ്ങൾ പറയാറുണ്ടോ? ഡയറ്റിംഗ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ, ബ്രസ്റ്റ് ക്യാൻസറുള്ള സ്ത്രീകൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യത നേരിയ കൂടുതലാണെന്നുള്ള രീതിയിലുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ വെയിറ്റ് നമ്മൾ ഒരുപാട് കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഡയറ്ററി മോഡിഫിക്കേഷൻസ് ആയാലും മറ്റ് ജീവിതശൈലി മോഡിഫിക്കേഷൻസ്, വ്യായാമം പോലുള്ള കാര്യങ്ങൾ ചെയ്യാനും അവരടുത്ത് അഡ്വൈസ് ചെയ്യാറുണ്ട്. സ്ഥാനാർബുദത്തിന്റെ ചികിത്സയും അതിജീവനവും സാധ്യതയും ഒക്കെ ഡോക്ടർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് പങ്കുവച്ചിരിക്കുകയാണ്. ഡോക്ടർ, അപ്പോൾ ഒരുപാട് നന്ദി. ലൈഫ് ലൈനിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്തേ.